മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ പുതിയ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി. KMMലും CMRലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കോടതി ചോദിച്ചു. കരാർ എന്തായിരുന്നുവെന്നും കോടതി ചോദിക്കുകയുണ്ടായി. സർക്കാർ നിയന്ത്രണത്തിലുള്ള KREMലും കർത്തയുടെ കമ്പനിയായ CMRലും തമ്മിലുള്ള ബന്ധം, CMRലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം, കരാറിലൂടെ ഇരു കമ്പനികളുടെയും നേട്ടം, കമ്പനികളുടെ ഭൂമിയുടെ വിനിയോഗം തുടങ്ങിയവയിൽ വ്യക്തത വരുത്താനാണ് ഹർജിക്കാരനായ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടത്. KRELൽ കുറഞ്ഞ നിരക്കിലാണ് CMRൽ ധാതുമണൽ വാങ്ങുന്നതെന്ന് മാത്യു കുഴൽനാടൻ കോടതിയെ അറിയിച്ചു. ഇതിന്റെ ഇ-വേ ബിൽ ഹാജരാക്കി. കുറഞ്ഞ നിരക്കിലാണോ സ്വകാര്യ കമ്പനിക്ക് മണൽ നൽകുന്നതെന്ന് കോടതി ചോദിച്ചു. ഇതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാമെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് വീണ്ടും 25-ന് പരിഗണിക്കും. കേസിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു. വിധിപ്പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചിരുന്നത്. വിശദീകരണം കോടതി പരിശോധിച്ചതിൽ പിന്നെ വിധി പറയും. ധാതുമണൽ ഖനനത്തിന് CMRL കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയെന്നാണ് ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണം. വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാടിലേക്ക് മാറി. കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് തീരുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചപ്പോൾ കോടതി അന്വേഷിച്ചാൽ മതിയെന്ന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ തുടർന്ന് വ്യക്തമാക്കുകയായിരുന്നു. ആറാട്ടുപുഴയിൽ ധാതുമണൽ ഖനനത്തിനായി CMRൽ സ്ഥലം വാങ്ങിയെങ്കിലും നിയമങ്ങളെതിരായതിനാൽ അനുമതി ലഭിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാൻ കർത്തയുടെ കമ്പനിയുടെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് വീണ CMRലുമായി കരാറിൽ ഏർപ്പെടുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ നിർദ്ദേശിച്ചതായും ഒരു ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിനും സാധ്യത കൂടും. കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി 1-ാം പ്രതിയും, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ 2-ാം പ്രതിയും, കമ്പനി സീനിയർ മാനേജർ 3-ാം പ്രതിയും, സീനിയർ ഓഫീസർ 4-ാം പ്രതിയും, എക്സാലോജിക് സൊല്യൂഷൻസ് 5-ാം പ്രതിയും, വീണ വിജയൻ 6-ാം പ്രതിയുമാണെന്നാണ് സൂചന. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യ 4 പ്രതികൾ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് റിപ്പോർട്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത്.